ജെല്ലി ഫിഷിനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. കേട്ടിരിക്കുവായിരുന്നു. അവർ അവസാനം വരെ അവിടെ നിന്നു. എനിക്ക് എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ. എവിടെയോ സെക്കൻഡ് പരിചയമുണ്ട്. സമയത്ത് വീടെടുക്കാൻ പറ്റില്ല. കാരണം അമ്മയുടെ വ്ലോഗ് പിടിച്ച് നമ്മുടെ അമ്മയുടെ ഫോണിലെ ചാർജ് ആയിരുന്നു. നമ്മളിപ്പം ഇപ്പോഴും ചാർജ് കുത്തിയിട്ട് ഫുള്ളായിട്ടുള്ളൂ. മാമൻ്റെ വീടാണ്. ഗുഡ് ബോയ്. ഞങ്ങൾ ആദ്യം തന്നെ അണ്ടർ വാട്ടർ അക്വേറിയത്തിലേക്കാണ് പോണേ. മാമനുണ്ട്, പൃഥ്വിക് മാമനുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ബാംഗ്ലൂരിൽ വന്നിട്ട് ഞങ്ങൾക്ക് പുതിയ ഫ്രണ്ടിനെ കിട്ടി, ഹിത. ഇപ്പം ഞങ്ങൾ അക്വേറിയത്തിൻ്റെ അകത്ത് കയറാൻ വേണ്ടി ഞങ്ങൾ ഹിതേനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഹിത ബാംഗ്ലൂരിയനാണ്. ഹിത സ്വല്പ കന്നഡ എന്നെ പഠിപ്പിച്ചു. തിരിഞ്ഞു മറിഞ്ഞു നിന്നുള്ള പോസിങ്. അപ്പൊ ഞങ്ങൾ നേരെ അക്വേറിയത്തിന്റെ അകത്ത് കയറി. അവിടെ കയറിയപ്പോൾ ഞങ്ങൾ ഇതുവരെ കാണുന്ന അടിപൊളി കുറെ വെറൈറ്റി ഫിഷസ് ഞങ്ങൾ അതിന്റെ അകത്ത് വെച്ച് കണ്ടു. പാമ്പ് 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 പാമ്പ്. ജെല്ലി ഫിഷിനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. കുറേ ഉണ്ടായിരുന്നു. കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് സ്നോലാൻഡിലേക്കാണ്. ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള ജാക്കറ്റ് ഇതൊക്കെ ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സ്നോയിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേ ഭയങ്കര തണുപ്പായിരുന്നു. കിടക്കിടക്കിടക്ക് ഒന്ന് ഇറക്കിയായിരുന്നു. കുറേ നേരം സ്നോയൊക്കെ എറിഞ്ഞ് കളിച്ചു. തണുപ്പ് ഭയങ്കര കൂടുതലായിരുന്നുകൊണ്ട് ഞാനും ഞാൻ തന്നെ ഇറങ്ങി. എൻ്റെ കാല് ഭയങ്കരമായിട്ട് മരവിച്ചു പോയായിരുന്നു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് ഭയങ്കര ഡാൻസും ഡപ്പാങ്കുത്തും ഒക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. അവർ അവസാനം വരെ അവിടെ നിന്നു. എനിക്കും കാലുവേദന ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ സഹിച്ച് പിടിച്ചു. ഞാൻ പോയില്ലായിരുന്നു, ഇറങ്ങി. ലാസ്റ്റ് DJ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡാൻസ് കളിച്ച് തകർത്തു. അപ്പൊ സ്നോലാൻഡിൽ ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് പോയി. വണ്ടീൻ്റെ അകത്ത് ഇന്ന് ഡേ 2. അപ്പൊ ഇന്ന് ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് ബനാർഘട്ട നാഷണൽ പാർക്കിലേക്കാണ്. അപ്പൊ ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോയി. ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ എന്തായിരുന്നു അവിടെ കാഴ്ച? ഒരു കുളിസീൻ. പിന്നെ കുളിയേ.
ബാക്കിയില്ലേ കട്ടുമേലെ എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തിയുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ. എവിടെയോ വെച്ചെക്കണ്ട പരിചയമുണ്ട്. കാട്ടിലെ രാജാവ് ഇവിടെ തന്നെ ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ട്. അതൊക്കെ ഞങ്ങൾ കണ്ട് നടന്നു. അതിന്റെ പേരൊന്ന് വിടട്ടോ പ്ലീസ്. പോയി പോയി പേര് വിടട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ നേരെ പോയത് സ്റ്റുഡിയോയിലേക്കാണ്, കുറച്ച് കുഞ്ഞു കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ. രാത്രിയിൽ ഞങ്ങൾ ഫ്ലോട്ട് ബ്രൂവറി പോയി. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പ്ലാനറ്റോറിയം കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി തുറക്കാൻ ഇനി 1 മണിക്കൂറിൻ്റെ ആ സമയത്ത് ഒന്ന് കിട്ടും. വൈകിട്ട് ഓറിയോ മോളിലൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു.
സ്കൂളിലേക്കുള്ള ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ബാഗും ഒക്കെ ഇവിടെ നിന്ന് മേടിച്ച. ചേച്ചിയുടെ തപ്പൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ചേച്ചി ഇങ്ങനെ തപ്പിക്കൊണ്ട് ഇരിക്കുക. ഗൈസ്, നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ ഇവിടെ വീടിനടുത്താണ് തടമ്പ്. നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ബാഗെല്ലാം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ബാഗെല്ലാം എടുത്തു. അപ്പം നമ്മൾ 8:30 നമ്മുടെ ബസ്. ബാംഗ്ലൂർ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോ കൂടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.